കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ 13 വയസ്സുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ 4 പ്രതികൾ പിടിയിൽ. കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയത് കൊച്ചുമകൾ. കേസിലെ എല്ലാ പ്രതികളും പ്രായപൂർത്തിയാകാത്തവർ. ഐഫോൺ വാങ്ങാൻ പണത്തിന് വേണ്ടിയാണ് കൊച്ചുമകൾ മുത്തശ്ശനെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഐഫോൺ വാങ്ങാൻ പണത്തിന് വേണ്ടിയിട്ട് കൊച്ചുമകൾ കൊട്ടേഷൻ നൽകിയിരിക്കുകയാണ്, അതും മുത്തശ്ശനെ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അക്ഷര, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിലാണ്. മുത്തശ്ശൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഇത് കരുവാറ്റയിലേക്ക് കൊണ്ടുപോകും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൾ, അതായത് ഈ ചെറുമകളുടെ അമ്മ പ്രസവത്തിനായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. അവർ ഇന്നലെ പ്രസവിച്ചു. അവരുടെ പ്രസവ ശുശ്രൂഷയ്ക്കായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണുള്ളത്. അവർ അല്പസമയം മുൻപ് ഇവിടെ വെച്ചാണ് തൻ്റെ ഭർത്താവിൻ്റെ ശരീരം അവസാനമായിട്ടൊന്ന് കാണുന്നത്. ഇനിയിപ്പോൾ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊലപാതകം നടന്നത്. കൊല്ലത്തുള്ള 3 ആൺ സുഹൃത്തുക്കളെ ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ചെറുമകൾ 13 വയസ്സുകാരി മുത്തശ്ശന് കൊട്ടേഷൻ കൊടുത്തത്. പണം അപഹരിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. കാര്യം അവിടെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. മറ്റ് 2 മക്കളുടെ, അത് വിദേശത്ത് നിന്ന് വന്ന കുറച്ച് പണം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കുട്ടിക്കറിയാം. അതോടൊപ്പം തന്നെ കുറച്ച് സ്വർണവും ഉണ്ടായിരുന്നു. സ്വർണം ഏതാണ്ട് 10 പവനോളം സ്വർണം ഉണ്ടായിരുന്നു. അതിൽ 8 പവൻ പോലീസ് ഇവരെ പിടിച്ചതിന് ശേഷം ഈ പ്രതികളിൽ നിന്ന് റിക്കവർ ചെയ്തു. ഇപ്പോൾ 4 പേരും ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലാണ്. ഈ പെൺകുട്ടി ഈ മുത്തശ്ശനെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ കാണിക്കണമെന്ന് ഈ കൊട്ടേഷൻ കൊടുത്തവരോട് പറഞ്ഞിരുന്നു. അവർ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മൊബൈലിലൂടെ കൊലപാതകം നടത്തുന്ന കാണിച്ചിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങളനുസരിച്ചിട്ട് തലയിൽ ആഴത്തിൽ 2 മുറിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതുമാകാം. അങ്ങനെ ഇതിൽ തലക്കേറ്റ മുറിവുകളാകാം മരണകാരണമെന്നുള്ളതാണ് പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്നത്. ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്. കാര്യം മാരകമായ എന്തോ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നുള്ളതാണ് ഒരു പ്രാഥമിക വിവരം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചതേ ഉള്ളൂ. ഈ 16 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള 3 കുട്ടികൾ ചേർന്നാണ് ഈ വയോധികനെ കൊലപ്പെടുത്തിയത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ ഇന്ന് സംസ്കാരം നടക്കുമോ എന്നറിയില്ല. കാര്യം വിദേശത്തൊരു മകളുണ്ട്. അവർ തിരിച്ച് നാട്ടിലെത്തിയാൽ മാത്രമേ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുകയുള്ളൂ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഇനിയിപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും ഇനിയും സ്വർണവും പണവും ഒക്കെ തന്നെ റിക്കവർ ചെയ്യാനുണ്ട്. അതിൻ്റെ നടപടികളുമായി മുൻപോട്ട് പോവുകയാണ് പോലീസ്. എന്തായാലും ഈ കേസിൽ ഈ പ്രായപൂർത്തിയാകാത്തവരായതുകൊണ്ട് തന്നെ വാർത്തകൾക്ക് നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ എങ്കിലും ഇത് സംബന്ധിച്ച് വിശദീകരണമൊക്കെ തന്നെ വൈകിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഷാജഹാനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.